ഞാൻ ഈ ടെമ്പിളിലൊക്കെ പോയി ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇന്ന് മഹാനവമി സ്റ്റാർട്ട് ചെയ്യാണല്ലോ. ഇന്ന് മുതൽ അടുത്ത 9 ദിവസത്തേക്ക് നമുക്ക് മഹാനവമിയാണ്. നമ്മൾ വിജയദശമി അവസാനമായിട്ട് ആഘോഷിച്ച് ഇത് നിർത്തും. അപ്പോൾ എന്തിനാണ് നമ്മൾ നവമി ആഘോഷിക്കുന്നത്? എന്താണ് വിജയദശമി? എന്തിനാണ് നമ്മൾ ദേവിയുടെ വർഷിപ്പ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ പൂജ വെക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹിന്ദുസ് മാത്രമൊന്നുമല്ല, ഈ തൊഴിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും അവരവരുടെ ആയുധങ്ങൾ, അവരവരുടെ ജോലി ചെയ്യുന്ന ഓരോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പൂജ വെക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനുമായിട്ട് റിലേറ്റഡ് കൺസ്ട്രക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ എല്ലാ ലേബേഴ്സും അവർ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, എല്ലാവരും പൂജ വെക്കാറുണ്ട്. പിന്നെ അവരവരെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ആയുധങ്ങൾ അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള വിളക്ക് കത്തിക്കുന്ന വീടുകളിൽ കൊടുക്കാറുണ്ട് എന്നൊക്കെ എനിക്കറിയാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതെന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? ഇതിൻ്റെ ഐതിഹ്യം എന്താണ്? അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ലൈഫിൽ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് എന്നെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് നോളജ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഞാൻ വായിച്ച് അറിഞ്ഞതായിട്ടുള്ളതും പ്രാക്ടീസ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് ഐതിഹ്യം എന്താണെന്നുള്ളത് നോക്കാം. ഐതിഹ്യപരമായിട്ട് ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, രംഭൻ എന്നൊരു ചക്രവർത്തിക്കും ശാപം കാരണം മഹിഷിയായി തീർന്ന ശ്യാമള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്കും ഒരു പുത്രൻ ജനിക്കുന്നു. അതിനെ അവർ രംഭാസുരൻ എന്ന് അഥവാ മഹിഷാസുരൻ എന്ന് പേരിട്ട് വിളിക്കുന്നു. അപ്പോൾ വളരെ ശക്തിവാനും ഒരു അസുര സ്വഭാവങ്ങളും ഒക്കെ കീപ്പ് ചെയ്തിരുന്ന ഈ രംഭാസുരന് എല്ലാ ആൾക്കാരോടും ഭയങ്കര പുച്ഛവും ഭയങ്കര വൈരാഗ്യങ്ങളുമായിരുന്നു, പ്രത്യേകിച്ച് ദേവഗണങ്ങളോട്. അങ്ങനെ ഈ മഹിഷാസുരന് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്രവർത്തി സ്ഥാനം കിട്ടുമ്പോൾ മഹിഷാസുരന് അതൊന്നും തൃപ്തികരമായിട്ട് വരുന്നില്ല. മഹിഷാസുരൻ എന്ത് ചെയ്യും? കൂടുതൽ ലോകങ്ങൾ കീഴടക്കാനായിട്ടുള്ള അതിൻ്റെ ഫലമായിട്ട് യുദ്ധങ്ങൾ ഏർപ്പെടുകയും പല ആൾക്കാരെ പരാജയപ്പെടുത്തുകയും അവരെ വളരെ ക്രൂരമായി നിഗ്രഹിക്കുകയും അങ്ങനെ ദേവലോകം കീഴടക്കാനായിട്ട് പുറപ്പെടുകയും ചെയ്തു. ഇതിലൊന്നും തൃപ്തിയാവാതിരിക്കുന്ന രംഭൻ എന്ത് ചെയ്യും? രംഭാസുരൻ എന്ത് ചെയ്യും? തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിനെ സംവത്സരങ്ങൾ നേരുന്ന, നമുക്കറിയാം നമ്മുടെ ഭയങ്കരമായിട്ടുള്ള പുരാണങ്ങളൊക്കെ പഠിക്കുമ്പം പല ആൾക്കാർക്കും സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ആയുസ്സുകളുണ്ട്. അത് ഹിന്ദു ഇതിലായിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റിയിലായിക്കോട്ടെ, മുസ്ലിമിൻ്റെ ഇതിലായിക്കോട്ടെ, പല ആൾക്കാരും നൂറ്റാണ്ടുകളോളം ജീവിച്ചിരുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സംവത്സരങ്ങൾ നീളുന്ന ഈ തപസ്സിനൊടുവിൽ അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും എന്ത് വരമാണ് നിനക്ക് വേണ്ടെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രംഭാസുരൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ രംഭാസുരൻ അപ്പം തന്നെ പറയും, എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു വരമാണ് വേണ്ടതെന്ന് പറയും. അതറിഞ്ഞപ്പോഴത്തേക്കും ബ്രഹ്മാവ് പറയും, അങ്ങനെ ഒരു വരം ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല, മറ്റെന്തെങ്കിലും ചോദിക്കാൻ പറയും. അപ്പോൾ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം രംഭാസുരൻ പറയും അഥവാ മഹിഷാസുരൻ പറയും, എന്നെ കൊല്ലാൻ സ്ത്രീക്ക് മാത്രമേ സാധ്യമാകാൻ പാടുള്ളൂ. അതിൻ്റെ രംഭാസുരൻ ഉദ്ദേശിച്ചത് ഇതാണ്, സ്ത്രീ ഒരിക്കലും ആരോഗ്യപരമായ പുരുഷൻ്റെ അത്രയും ഇതിലേക്ക് വരുന്നില്ല. ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലം. പിന്നെ അത് മാത്രമല്ല, അവർ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും കുറച്ച് പുരുഷന്മാരെക്കാളും ശക്തി കുറവാണ്. പിന്നെ അതുപോലെ തന്നെ യുദ്ധമുഖത്തേക്ക് ഒരിക്കലും സ്ത്രീകൾ കടന്നു വരുന്നില്ല. വളരെ ഇത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നാണ്. അതിനുശേഷമാണ് ഝാൻസി റാണി, അങ്ങനെ പല സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മൾ ഇതിലേക്ക് പുരാണങ്ങളിലേക്ക് വരുന്നത്. ഇത് അതിനേക്കാളൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. അപ്പം യുദ്ധമുഖത്തേക്കൊന്നും സ്ത്രീകൾ വരാത്തതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ പൊതുവെ ഒരു അശക്തിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മഹിഷാസുരൻ പറയും, എന്നെ കൊല്ലാൻ സ്ത്രീക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. തൻ്റെ കഴിവിൽ അമിതമായിട്ട് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണോ, അതോ ഈ എല്ലാ ലോകങ്ങളും കീഴടക്കി ദേവേന്ദ്രനെ പോലും തോൽപ്പിച്ച ആ ഒരു ഇതിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമായിട്ട് ആണ് മഹിഷാസുരൻ അങ്ങനെ വരം ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ബ്രഹ്മാവ് പറയും, ശരി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അപ്രത്യക്ഷനാവുന്നു. അതിനുശേഷം മഹിഷാസുരന്
തൻ്റെ ക്രൂരത കൂടുകയല്ലാതെ കുറയുകയൊന്നും ചെയ്തിട്ടില്ല. മഹിഷാസുരൻ ബ്രഹ്മർഷികളെയും അതുപോലെ തന്നെ പല പല യാഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യോഗിവര്യന്മാരെയും പിന്നെ അതുപോലെ തന്നെ പല പല ചക്രവർത്തിമാരെയും പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും മഹിഷാസുരൻ ദേവേന്ദ്രനെ ദേവലോകം പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ ദേവന്മാരെ ഒരുപാട് ദ്രോഹിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി ആലോചിച്ചു, ഒരു സ്ത്രീ നിമിത്തം മാത്രമേ തൻ്റെ അന്ത്യം സംഭവ്യമാവുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കിയ ദേവന്മാർ തങ്ങളുടെ ശക്തിയിൽ ഒരു ഭാഗം സ്ത്രീ ശക്തിയിലേക്ക്, അതായത് ദേവി ചൈതന്യത്തിലേക്ക് അവരുടെ ഒരു ശക്തിയുടെ ഒരു ഭാഗം ലയിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ ഒരു ചണ്ഡികാ സ്വരൂപിയായിട്ടുള്ള ഒരു ദേവിയെ സൃഷ്ടിക്കുകയും ചെയ്തു. ദേവി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം മഹാവിഷ്ണു ദേവങ്ങളോടായിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാം അവൾക്ക് നൽകൂ, നിങ്ങളുടെ ആയുധങ്ങളും നിങ്ങളുടെ ശക്തിയും എല്ലാം അവൾക്ക് നൽകൂ, അവളത് ഇരട്ടിയായി തിരിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ദേവഗണങ്ങൾ അവരവരുടെ ആയുധങ്ങൾ, മഹാവിഷ്ണു സുദർശന ചക്രം, അങ്ങനെ പരമേശ്വരൻ ത്രിശൂലം, അങ്ങനെ എല്ലാ ദേവഗണങ്ങളും അവരുടെ പവർ സോഴ്സ് എല്ലാം അങ്ങനെ ദേവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കൊണ്ട് അനേക കൈകളായി ഓരോ കൈയിലും ഓരോ ആയുധത്തിൻ്റെ ഫോമിൽ ദേവി തൻ്റെ ദുർഗാരൂപം കൈക്കൊണ്ടു. ദേവി തൻ്റെ ശക്തിയിൽ ഭൂതഗണങ്ങളെ സൃഷ്ടിച്ച് സന്നാഹങ്ങൾ ഒരുക്കി. അങ്ങനെ ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ദേവിയും എല്ലാം ആയി മഹിഷാസുരനെ നിഗ്രഹിക്കാനായിട്ട് പുറപ്പെട്ട് യുദ്ധം നടന്നു. അവസാനം എല്ലാ ശക്തിയും സംഭരിച്ച് ഉഗ്രരൂപിണിയായി, അതായത് ആ ദുർഗാ ഫോമിൽ അത്ര വൈൽഡായിട്ടുള്ള ആ ഫോഴ്സിൽ ആ ശക്തിയിൽ ദേവി തൻ്റെ മഹിഷാസുര നിഗ്രഹണത്തിനുള്ള ആ ഒരു ഇതിലെത്തി. അങ്ങനെ മഹിഷാസുരനെ വധിക്കുകയാണ് ചെയ്യുന്നത്. മഹിഷാസുരനെ വധിച്ച ആ ദിവസമാണ് വിജയദശമി. ആ ശക്തിയുടെയും ത്യാഗത്തിൻ്റെയും സ്ത്രീത്വത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ സിമ്പിളായിട്ടാണ് നമ്മൾ വിജയദശമി ആഘോഷിക്കുന്നത്. മഹിഷാസുരനെ വധിച്ച ആ ദിവസം പ്രതീകമാക്കി നിർത്തി നമ്മൾ വിജയത്തിനും ശക്തിക്കും ബുദ്ധിക്കും ജ്ഞാനത്തിനും പിന്നെ അതുപോലെ ധർമ്മത്തിനും വേണ്ടിയിട്ടാണ് വിജയദശമി ആഘോഷിച്ച് പോരുന്നത്. ഈ വിജയദശമി ദിവസങ്ങളിൽ നമ്മൾ ദേവിയുടെ 3 മെയിനായിട്ടുള്ള ഫോമാണ് വർഷിപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 ദുർഗാദേവി, 2 മഹാലക്ഷ്മി, 3 സരസ്വതി. മഹാവിഷ്ണു പറഞ്ഞല്ലോ, ഇതുപോലെ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കൂ, അവളത് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. അതുകൊണ്ടാണ് നാം ഈ വിജയദശമി, ഈ വിജയത്തിൻ്റെ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഈ വിജയദശമി ദിവസത്തിൽ നമ്മളുടെ കലാപരമായിട്ടുള്ളതും കായികപരമായിട്ടുള്ളതും തൊഴിൽപരമായിട്ടുള്ളതും പിന്നെ വിദ്യയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ദേവിക്ക് മുന്നേ സമർപ്പിച്ച് നമ്മൾ ദേവിയുടെ അനുഗ്രഹം വാങ്ങി ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്ത് സമർപ്പിക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് ദേവി നമുക്ക് തിരിച്ചു തരുന്നതാണ് മഹാവിഷ്ണു അന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനം, ഇപ്പോൾ ഡാൻസർ ആണെങ്കിൽ ഞാനൊക്കെ ചിലങ്കയാണ് വെക്കുന്നത്. ചിലങ്ക, എൻ്റെ ഡ്രോയിങ്, അതിന് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ തിങ്സ് ഉണ്ട്. അപ്പം ഞാനതൊക്കെ വിജയദശമിക്ക് പൂജ വെക്കും. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണെങ്കിലും ബുക്ക് വെക്കും, ഇപ്പോഴും ബുക്ക് വെക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു ബുക്ക് ദേവീനെ സങ്കല്പിച്ച് വെക്കുക. നവരാത്രി എന്ന് പറയുമ്പോൾ 9 രാത്രി, നവരാത്രി. അപ്പോൾ ഈ നവരാത്രികളിൽ ഓരോ ദിവസവും നമ്മൾ ഗോഡസിനെ പൂജിക്കേണ്ട ഓരോരോ രീതികളുണ്ട്. ഗോഡസിന് ഓരോരോ കളേഴ്സ് ഉണ്ട്, ചൂസ് കളേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോരോ ഫോമിലാണ് ദേവി പ്രത്യക്ഷപ്പെടുന്നത്, അപ്പോൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ഓരോ ഡേയ്സിൽ ഓരോരോ ശക്തി സ്വരൂപമായിട്ടാണ് ദേവി നമ്മുടെ മുന്നിൽ ഫോം ആവുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ ആ ദിവസങ്ങളിൽ ആചരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞു തരാം. Here is the first form of Navdurga.
and her name is Shailaputri, which means the daughter of mountain. She symbolized strength, courage and devotion. നന്ദിയുടെ പുറത്തിരിക്കുന്നതും ഒരു കയ്യിൽ ത്രിശൂലവും മറ്റേ കയ്യിൽ താമരപ്പൂവും ഏന്തിയ രൂപത്തിലാണ് ദേവി ഇന്നുള്ളത്. നമ്മൾ ചുവന്ന വസ്ത്രങ്ങളിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഫലപ്രാപ്തി കിട്ടും. ദേവിക്ക് വെളുത്ത പൂവാണ് ഇന്ന് സമർപ്പിക്കേണ്ടത്. The second form of Navdurga is Brahmacharini. She presents devotion, wisdom and the true self-discipline. She is always holding a rosary in one hand, a കമണ്ഡലം in another hand. ദേവിയുടെ ഒരു അൺമാരീഡ് ഫോം ഓഫ് ഗോഡസ് റെപ്രസെൻറ്റേഷൻ ആണ്. ഷീ ലൈക്സ് ടു വെയർ എ വൈറ്റ് ഡ്രസ് ഓൾവേസ്. ദേവി ഈ രൂപത്തിൽ ഉപാസിക്കുമ്പോൾ നമ്മളെപ്പോഴും വൈറ്റ് ഡ്രസ് വെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നമ്മളുടെ മനസ്സും അതുപോലെ തന്നെ പേര് പോലെ തന്നെ ഒരു ബ്രഹ്മചാരിണി ആ ഒരു പേരിനെ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുക. പിന്നെ വൈറ്റ് ഫ്ലവർ വെച്ചിട്ടാണ് ദേവിനെ വർഷിപ്പ് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് ഡേ, Devi in the form of Chandrakanda. Chandrakanda means half moon. She symbolized courage and grace. She is the warrior form of Durga, traveled by the top of tiger. She likes to protect her devotees from evil forces. She has 10 arms holding different weapons. This was my personal favorite. She is in the form. The fourth day, Devi is in the form of Kushmanda. Kushmanda means, Ku means small, Ushma means energy, Anda means refer to some shape of egg like something, which all together a small cosmic orb. We believe she is the creation. She have the power to create energy. ദേവി ലയൻ്റെ മുകളിലോ അല്ലെങ്കിൽ ടൈഗറിൻ്റെ മുകളിലോ ആണ് റൈഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഷി ഗീവ്സ് വെൽത്ത്, ഹെൽത്ത്, സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ്സ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോമിലാണ് ദേവിനെ വർഷിപ്പ് ചെയ്യുന്നത്. ഈ ദിവസം ധരിക്കേണ്ടത് ഫോർത്ത് ഡേ, നവരാത്രിയുടെ ഫോർത്ത് ഡേ നമ്മൾ ധരിക്കേണ്ടത് റോയൽ ബ്ലൂ ആണ് കളർ. ആൻഡ് നവരാത്രിയുടെ ഫിഫ്ത്ത് ഡേ, ഷീ ഈസ് ഇൻ ദ ഫോം ഓഫ് സ്കന്ദമാത. സ്കന്ദ മീൻസ് മുരുകൻ, കാർത്തികേയൻ, the mother of Skanda. She is in the mother form, a protective nature, holding her son in her lap, riding a lion in 4 arms. She presents the bond between the child and mother. സമാധാനം, ഐശ്വര്യം, കുഞ്ഞുങ്ങൾക്ക് വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ദേവി സ്ഥായിയായിട്ടുള്ള മാതൃഭാവത്തിലായതുകൊണ്ട് നമുക്ക് ദേവിനെ. ആൻഡ് her color is yellow. And here is my personal favorite. Devi is in the form of Kartiyani. She is not born from any mother. ദേവന്മാരുടെയും ഋഷിമാരുടെയും ഒക്കെ കഠിന തപസ്സിൻ്റെ ഫലമായിട്ട് മഹിഷാസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ഷീ ഈസ് റൈസിങ് ഫ്രം ദ ഫയർ. ഷീ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ്, എ ഫുൾ പവർ പാക്ക് ആൻഡ് റെഡി ടു ബാറ്റർ ഫോമാണ് ദേവിയുടേത്. ഷീ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ്, ഡിസ്ട്രോയിങ് ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഫോമിൽ നിൽക്കുന്നത്. ബിക്കോസ് മഹിഷാസുരനെ നിഗ്രഹണത്തിന് തൊട്ട് മുന്നേ ഉള്ള ദേവിയുടെ അവസ്ഥയാണിത്. സോ അതുകൊണ്ട് തന്നെ ഈ ദിവസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് നവരാത്രിയുടെ. ഷീ റെപ്രസെൻറ്റേറ്റീവ് ദ ഫിയർലെസ് ഫോം ഓഫ് ശക്തി, the divine feminine energy.
she riding a lion with 100 arms. She teaches to stand up against injustice and keep facing challenges with determination and strength, especially for the women's. And her favorite color is green and red. And goddess of Kalaratri, worship on the 7th day of Navratri, known as destroyer at dark. Kala means time or death. Ratri means Ratri. ഒരു ഡാർക്ക് കോംപ്ലക്ഷൻ ആൻഡ് വൈൽഡ് ഹെയർ ആൻഡ് വിത്ത് ടെറിഫിങ് ലുക്ക്, ഒരു ഭീകരമായിട്ടുള്ള ഒരു രൂപമാണ്. റൈഡിങ് ഇൻ എ ഡോങ്കി, ഹെയർ കളർ ഇസ് ഗ്രേ. ബട്ട് ഓൾസോ ഷീ ഓഫേർഡ് ബ്ലെസ്സിങ് ആൻഡ് പ്രോസ്പെരിറ്റി ടു. ഈ ഫോമിൽ ദേവീനെ പൂജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദേവിയുടെ ഏറ്റവും വൈൽഡായിട്ടുള്ള ആ ഒരു സ്കള്ളൊക്കെ വെയർ ചെയ്തിട്ടുള്ള ഒരു ഫോം. ആൻഡ് ശിവരാത്രിയുടെ 8ാമത്തെ ദിവസം ദേവി ഈസ് ഇൻ ദ ഫോം ഓഫ് മഹാഗൗരി, വിച്ച് മീൻസ് extremely fair one. She symbolized purity, peace and serenity. She is considered the symbol of eternal beauty and purity of soul. She is riding a bull with 4 arms. Her favorite color is purple. Yes, here is the final day. Devi is in the form of Siddhidatri. Here is the final day of Navratri. ദേവിയുടെ ഏറ്റവും മാതൃഭാവത്തിലും ഏറ്റവും ബുദ്ധി സിദ്ധി പ്രധാനിയായിട്ട് ഇരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരവസ്ഥയാണിത്. നമ്മളെ മിസ്റ്റിക്കൽ എബിലിറ്റീസും വിസ്റ്റവും അതിൻ്റെയൊക്കെ ഒരു സുപ്രീം ഫോഴ്സ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ദേവി ലോട്ടസിലാണ് ഇരിക്കുന്നത്. ഷീ ഈസ് ഓൾസോ റൈഡിങ് എ ലയൺ. 4 arms ആണ്. അതിൽ ചക്ര, ലോട്ടസ്, പിന്നെ ഒരു കോങ്ഷെൽ, ഒരു ദണ്ട്, അതൊക്കെ ഉണ്ട്. ഡിവൈനായിട്ടുള്ള നോളേജിൻ്റെ ഒരു പാക്കപ്പ് ആയിട്ടുള്ളൊരു ഫോമാണ്. ദാറ്റ്സ് വൈ വി കോൾഡ് ഹിയർ ലൈക്ക് ഗിവർ ഓഫ് സിദ്ധീസ്. നമ്മുടെ എല്ലാ കഴിവും ദേവി പ്രദാനം ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിജയദശമിക്ക് ഇരുത്തുന്നതൊക്കെ ദേവിയുടെ സാമീപ്യത്തിൽ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഷീ ഈസ് ദ അൾട്ടിമേറ്റ് സുപ്രീം ഫോഴ്സ് ഓഫ് സിദ്ധീസ്. ആൻഡ് ഇനി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ദേവീനെ വ്രതം അനുഷ്ഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ നവരാത്രിയിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 9 ദിവസം നമുക്ക് വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിലുള്ള നമുക്ക് ഒരുപാട് നേരം ഫാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനോ അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള അനുഷ്ഠാനത്തോടു കൂടി വ്രതം അനുഷ്ഠിക്കാനോ സാധിക്കില്ല. നമ്മൾ ഒന്നെങ്കിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫുൾ ഡെഡിക്കേഷൻ ആൻഡ് നമ്മളുടെ സെയിം എക്സാക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യണം. ഇനി അങ്ങനെ നമുക്ക് പറ്റുന്നില്ല, നമ്മൾ ദയവ് ചെയ്തത് ചെയ്യാതിരിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ 3 ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. 9 ദിവസം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ സാഹചര്യം ഇല്ല വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള 3 ദിവസം വ്രതം അനുഷ്ഠിക്കാം. നമ്മൾ പ്യുവറായിട്ട് വെജിറ്റേറിയൻ ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ കൂടുതലും ലക്ഷ്മി സഹസ്രനാമം, പിന്നെ അതുപോലെ തന്നെ ദേവി സ്തോത്രങ്ങൾ ഒക്കെ നമ്മൾ ചൊല്ലുക. നമ്മൾ 2 നേരം വീട്ടിൽ വിളക്ക് കത്തിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നമ്മൾ ദേവീക്ഷേത്രങ്ങളിൽ വിസിറ്റ് ചെയ്യുക, നമ്മൾ പ്രയർ ചെയ്യുക, പൂജകൾ ചെയ്യുക, വഴിപാടുകൾ ചെയ്യുക. ദേവി അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ദാനങ്ങൾ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വിജയദശമിനെ പറ്റി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ആൻഡ് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ന്യൂ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ഒബ്വിയസ്ലി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, തിരുത്താൻ നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.
വിജയദശമി എല്ലാവരും ആഘോഷിക്കുക, പൂജിക്കുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ഐ ലവ് യു ഗൈസ്.